നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ കയ്പമംഗലത്ത് കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്ന 2 ഇതര സംസ്ഥാനക്കാർ പിടിയിലായത് ബീഹാർ സ്വദേശികളായ ഇല്യാസ് ഷെയ്ഖ്, പർവേസ് മുഷറഫ് എന്നിവർ. പ്രതികളെ പിടികൂടിയത് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിൽ നിന്ന് 280 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തു. പാലക്കാട് KSU ജില്ലാ നേതൃത്വത്തിൽ പൊട്ടിത്തെറി. 21 ജില്ലാ ഭാരവാഹികളും 2 സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെ 23 KSU പ്രവർത്തകർ രാജിക്കൊരുങ്ങുന്നു. പ്രവർത്തകർ രാജിസന്നദ്ധ അറിയിച്ചത് SFIയെ സഹായിക്കാൻ ശ്രമിച്ച ഇബ്രാഹിം ബാദുഷിയെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ പ്രതിഷേധിച്ച്. ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ് എന്ന സന്ദേശമുയർത്തി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. നമുക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്ന പ്രമേയത്തിൽ നടക്കുന്ന രാജ്യാന്തര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണ പരിപാടികൾ നടന്നു. യോഗാ ദിനാചരണ പരിപാടികളുടെ ഭാഗമായത് ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ. പറളി കിണാവല്ലൂർ സ്വദേശിയെ എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കിണാവല്ലൂർ കല്ലമ്പറമ്പ് പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകൻ 53 വയസ്സുള്ള കൈലാസനാഥിനെയാണ് എറണാകുളം വെല്ലിംഗ്ടണിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളത്ത് റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരത്തങ്കോട് AKG നഗർ സ്വദേശി 61 വയസ്സുള്ള പ്രേംകുമാറിനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറളിയിൽ കീടനാശിനി കഴിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കിണാവല്ലൂർ കല്ലമ്പറമ്പിൽ 70 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കയ്പമംഗലം 3 പീടികയിൽ ഹോട്ടലിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശികളായ ഇല്യാസ് ഷെയ്ഖ്, പർവേസ് മുഷറഫ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും ചെറിയ പൊതികളിലായി സൂക്ഷിച്ചിരുന്ന 250 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തു. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. ബീഹാറിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുമായി ഇവർ വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 3 പീടിക അറവുശാല ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഹോട്ടൽ നടത്തി വരികയായിരുന്നു പ്രതികൾ. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SIമാരായ N പ്രദീപ്, ജെയ്സൺ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI പ്രദീപ്, സീനിയർ CPO ലിജു മാനുവൽ, AB നിഷാന്ത്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, ഗിരീശൻ, പ്രിയ, അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. സുപ്രധാന ഘട്ടങ്ങളിൽ SFIയെ സഹായിക്കാൻ ശ്രമിച്ച ഇബ്രാഹിം ബാദുഷിയെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ പ്രതിഷേധിച്ച് 21 ജില്ലാ ഭാരവാഹികളും 2 സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെ 23ഓളം KSU പ്രവർത്തകർ രാജിക്കൊരുങ്ങുന്നു. SFIയെ സഹായിക്കാൻ ശ്രമിച്ചയാളെ വൈസ് പ്രസിഡന്റ് ആക്കിയെന്ന് ആരോപിച്ചാണ് പാലക്കാട് KSUവിൽ പ്രതിഷേധമുയരുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജാസ് കുഴൽമന്നം, ഗൗജ വിജയകുമാരൻ എന്നിവർ ഉൾപ്പെടെയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് രാജിക്കൊരുങ്ങുന്നത്. ഇബ്രാഹിം ബാദുഷിയെ വൈസ് പ്രസിഡന്റ് ആക്കിയതിനെതിരെയാണ് രാജിവെച്ച് പ്രതിഷേധിക്കാൻ നീക്കം. കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ SFIക്ക് സഹായം നൽകിയെന്ന് ആരോപണം നേരിട്ടയാളാണ് ഇബ്രാഹിം ബാദുഷ. ഇയാൾ SFIയെ സഹായിച്ചതിനുള്ള തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും വൈസ് പ്രസിഡന്റായി സംസ്ഥാന കമ്മിറ്റി നിയമിച്ചെന്നാണ് രാജിവെക്കാൻ ഒരുങ്ങുന്ന KSU നേതാക്കൾ പറയുന്നത്. പുനഃസംഘടനാ ലിസ്റ്റ് വന്നതോടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ രാജിസന്നദ്ധ അറിയിച്ചിരിക്കുകയാണ്. 21 ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ രാജിസന്നദ്ധ അറിയിച്ചുവെന്നാണ് വിവരം. സംഘടനയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും രാജിസന്നദ്ധ അറിയിച്ച നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളെ ഞാൻ പോലും അറിയാതെ പുനഃസംഘടന പൂർത്തീകരിച്ച ജില്ലയായിരുന്നു. വീണ്ടും അഡീഷണൽ ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഞാൻ പോലും അറിയാതെയാണ് അത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 4 പേരാണ്? 4 പേരല്ല, ഞാൻ ഉൾപ്പെടെ 21 പേര് ജില്ലാ ഭാരവാഹികളും 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുള്ളത്. ഇതിനൊരു രാജി നൽകിയിട്ടില്ല. രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ അവർ ഗൗരവമായി കണ്ടില്ലെങ്കിൽ കൃത്യമായിട്ട് രാജിവെച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച. SFIയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് SFI ജില്ലാ സെക്രട്ടറി S വിപിൻ ഉദ്ഘാടനം ചെയ്തു. Let's go!
ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര സർക്കാർ അഴിമതിയുടെയും ക്രമക്കേടിൻ്റെയും സംവിധാനമാക്കി. ഉന്നത യോഗ്യതാ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്നത് നിത്യസംഭവമാവുകയാണ്. പരീക്ഷ റദ്ദാക്കിയതിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യ പുതപ്പിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് പി അരുൺദേവ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റുമാരായ കെ പ്രേംജിത്ത്, എസ് സുബിത്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി നിമേഷ്, ജോയിന്റ് സെക്രട്ടറി കെ അഭിഷേക് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NCC ബറ്റാലിയൻ തല യോഗാ ദിനാചരണം പട്ടാമ്പിയിൽ നടന്നു. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ ടി.പി. ഷാജി ഉദ്ഘാടനം ചെയ്തു. 28 കേരള NCC ഒറ്റപ്പാലം ബറ്റാലിയന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ബറ്റാലിയൻ സുബേദാർ ഗോപകുമാർ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യ കുന്നത്ത് ഷാജഹാൻ യോഗ ഓറിയന്റേഷനും കുമാരി ഷിജിന യോഗ പരിശീലനവും നടത്തി. സുബേദാർ രാജീവ് കുമാർ, നായിബ് സുബേദാർമാരായ ജയ്സിംഗ് നേഗി, രമേഷ് കുമാർ, ഹവിൽദാർമാരായ സോംബീർ, ഹർദീപ്, രാജീവ് മിശ്ര, NCC CTO ഡോക്ടർ എ പ്രമോദ്, സീനിയർ അണ്ടർ ഓഫീസർ കെ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി കിണാവല്ലൂർ സ്വദേശിയെ എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കിണാവല്ലൂർ കല്ലമ്പറമ്പ് പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകൻ കൈലാസനാഥനെയാണ് എറണാകുളം വെല്ലിംഗ്ടണിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം ബ്രിവറേജസ് കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരനാണ് കൈലാസനാഥൻ. കുന്നംകുളം മരത്തങ്കോട് സ്വദേശിയായ റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വലിയപറമ്പിൽ വീട്ടിൽ 61 വയസ്സുള്ള പ്രേംകുമാറിനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രവൃത്തി ദിവസത്തിലും പ്രവർത്തനരഹിതമായി വില്ലേജ് ഓഫീസ്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ജനങ്ങൾ നിരാശരായി മടങ്ങേണ്ട അവസ്ഥയുമുണ്ടായി. ചേലക്കര പഞ്ചായത്തിലെ ചേലക്കോട് വില്ലേജ് ഓഫീസാണ് വ്യാഴാഴ്ച ഉദ്യോഗസ്ഥർ എത്താത്തത് മൂലം പ്രവർത്തനരഹിതമായത്. ചേലക്കോട് വില്ലേജ് ഓഫീസിൽ നിലവിലുണ്ടായിരുന്ന ഓഫീസർ ട്രാൻസ്ഫറായി പോകുകയും തുടർന്ന് മറ്റൊരു ഉദ്യോഗസ്ഥന് നിയമനം നൽകിയിട്ടുമുണ്ട്. കൂടാതെ അസിസ്റ്റന്റ് ഓഫീസറും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥരാരും എത്താത്തത് മൂലമാണ് പ്രവൃത്തി ദിവസമായ വ്യാഴാഴ്ചയും ജനങ്ങൾക്ക് സേവനം നൽകാനാവാതെ വില്ലേജ് ഓഫീസ് അടച്ചിടേണ്ടി വന്നത്. ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തിയ ജനങ്ങൾ നിരാശരായി മടങ്ങേണ്ട അവസ്ഥയുമുണ്ടായി. വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി. ചേലക്കോട് വില്ലേജ് ഓഫീസ് ഇന്ന് കാലത്ത് മുതൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ജനകീയനായുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകിക്കൊണ്ട് ഇവിടെ താൽക്കാലിക ചുമതല വേറെ വില്ലേജ് ഓഫീസർക്ക് നൽകിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവിടെ ഇന്നലെ ഒരാൾക്ക് നിയമനം നൽകിയിട്ടുണ്ട്, അദ്ദേഹം എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ചേലക്കോട് വില്ലേജിലുള്ള ജനങ്ങൾക്ക് സേവനം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥിരമായിട്ടുള്ള സംവിധാനം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെ 7:30-ഓടെയാണ് അപകടം നടന്നത്. ഇരിഞ്ഞാലക്കുട ഭാഗത്തു നിന്നും വന്ന അല്ലസ എന്ന സ്വകാര്യ ബസ് കരുവന്നൂർ ചെറിയ പാലത്തിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയ ശേഷം എതിരെ വന്നിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ കരുവന്നൂർ തേയിലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ ഷൈജുവിന് അപകടത്തിൽ പരിക്കേറ്റു. ഇയാളെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ അനിശ്ചിതകാല ബസ് സമരം നടത്താനൊരുങ്ങി ബസ് ഉടമകൾ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലോടുന്ന എല്ലാ ബസ്സുകളും ഈ മാസം 26 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കും. തൃശൂർ, തൃപ്രയാർ, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടിലും അന്നു മുതൽ സർവീസ് നിർത്തും. റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം മിക്ക ദിവസങ്ങളിലും ട്രിപ്പ് നിർത്തിവെക്കേണ്ട അവസ്ഥയാണെന്നും ഡെപ്യൂട്ടി കളക്ടർക്ക് സമര നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ബസ് ഉടമ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. കുറ്റിപ്പുറം പാതയിൽ കോൺട്രാക്ടർ കരാർ റദ്ദാക്കി പണി ഉപേക്ഷിച്ചു. റോഡുകളിൽ നിറയെ കുഴിയുമാണ്. ഡീസൽ ചെലവ് കൂടിയതായും ബസ്സുകളുടെ അറ്റകുറ്റപ്പണി തുടർച്ചയായി നടത്തേണ്ടി വരുന്നുണ്ടെന്നും ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് കടപ്പുറം കറുകമാടിൽ കൂട്ടമായെത്തിയ നായ്ക്കളും കുറുനരികളും വീട്ടുമുറ്റത്തെ കൂടുപൊളിച്ച് ആടുകളെ കടിച്ചു കൊന്നു. കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റംല അഷ്റഫിന്റെ വീട്ടിലെ 3 ആടുകളെയാണ് വകവരുത്തിയത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റെങ്കിലും നായ്ക്കളുടെയും കുറുനരികളുടെയും ആക്രമണം ഭയന്ന് പുറത്തിറങ്ങിയില്ല. നേരം പുലർന്ന ശേഷം നോക്കിയപ്പോഴാണ് 3 ആടുകളെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തിയത്. മരം കൊണ്ട് നിർമ്മിച്ച കൂടിന്റെ പലകകളെല്ലാം അടർത്തി മാറ്റിയാണ് ആടുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇതിനു മുൻപും മേഖലയിൽ തെരുവുനായ്ക്കൾ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കടിച്ചു കൊന്നിട്ടുള്ളത്.
നിരവധി തവണ പരാതി നൽകിയിട്ടും തെരുവ് നായ് ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികളൊന്നും അധികൃതർ കൈക്കൊള്ളുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളയിൽ കീടനാശിനി കഴിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കിണാവല്ലൂർ കല്ലമ്പറമ്പിൽ വേലായുധനാണ് ജില്ലാശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കീടനാശിനി കഴിച്ച നിലയിൽ കണ്ടെത്തിയ വേലായുധനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ ആറ്റത്രയിൽ കടമ്പ് പൂത്തു. ആറ്റത്ര ഇടമനക്കളത്തിൽ പീതാംബരന്റെ വീട്ടിലെ കടമ്പ് മരമാണ് സുഗന്ധം പരത്തി പൂത്തൊലഞ്ഞു നിൽക്കുന്നത്. മരത്തിൽ പൂക്കൾ അഴകു വിരിച്ചു നിൽക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും. ചെറിയ പന്തുപോലെയുള്ള പൂക്കൾക്ക് 1-2 ദിവസം മാത്രമാണ് ആയുസ്. വെള്ള കലർന്ന ചന്ദന നിറമാണ് പൂക്കൾക്ക്. ചെറിയ സുഗന്ധവുമുണ്ട്. കദംബ, ആറ്റുതേക്ക് എന്നീ പേരുകളിലും കടമ്പ് അറിയപ്പെടും. നിത്യഹരിത വനങ്ങളിലും ആറ്റിൻകരയിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേര് ലഭിച്ചത്. കടമ്പുമരം ഹിന്ദു മതാചാരപ്രകാരം ദൈവപരിവേഷമുള്ള വൃക്ഷമായും അറിയപ്പെടുന്നു. വൃക്ഷാരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട്. വേർപിരിഞ്ഞ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒട്ടേറെ കഥകൾ കടമ്പുമരത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. കൂടാതെ ധാരാളം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പുമരം എന്നാണ് പഴമക്കാർ പറയുന്നത്. കടമ്പുമരത്തിൻ്റെ തൊലി, പൂവ്, കായ, വേര് എന്നിവ ഔഷധ ഗുണം നിറഞ്ഞതാണെന്ന് പഴമക്കാർ കരുതപ്പെടുന്നു. കടമ്പൻ പൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുമുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കുന്നു. കുന്നംകുളത്തെ നഴ്സറിയിൽ നിന്ന് പീതാംബരൻ 10 വർഷം മുൻപ് വാങ്ങിയ ചെടിയാണ് കഴിഞ്ഞ 5 വർഷമായി പൂവിടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 3 പതിറ്റാണ്ടിലധികമായി കാട് പിടിച്ച് നശിച്ചു കിടന്നിരുന്ന പഞ്ചായത്ത് കുളത്തിന് ഒടുവിൽ ശാപമോക്ഷം. തൃശൂർ ആളൂർ കൊമ്പടിഞ്ഞാമക്കലുള്ള കോരംകുളമാണ് നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ ജലസമൃദ്ധമായത്. ഏകദേശം 1 മാസക്കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട് പിടിച്ച് നശിച്ചു കിടന്നിരുന്ന കുളം ഇപ്പോഴത്തെ അവസ്ഥയിലായത്. ആളൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള കുളമാണെങ്കിലും നവീകരിക്കുവാൻ ഫണ്ടില്ലാത്തതിനാലാണ് ചെളിയും ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്നത്. 13ാം വാർഡ് മെമ്പർ മിനി പോളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോരംകുളം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കുളത്തിന്റെ നവീകരണ ജോലികൾ 1ാം ഘട്ടം പൂർത്തിയായത്. കുളം നവീകരിക്കാനായത് നാട്ടുകാർ നൽകിയ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണെന്ന് പഞ്ചായത്ത് അംഗം മിനി പോളി പറഞ്ഞു. പഞ്ചായത്തിൻ്റെയാണ് കുളം എങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിക്കുന്ന കരുതിയിട്ട് തന്നെ കുറച്ച് യുവജനങ്ങൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ അത് വളരെ സന്തോഷമായി ഉള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് എല്ലാവരുടെ പങ്കാളിത്തത്തോടു കൂടി, ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ ഈ കോരംകുളം നവീകരിക്കാനായിട്ട് എല്ലാവരുടെ ശ്രമദാനം ഉണ്ടായി. 2 ദിവസം യുവജനങ്ങളെല്ലാവരും കൂടി കുളത്തിലിറങ്ങി ചണ്ടിയും പായലെല്ലാം നീക്കി. അതിനുശേഷം ഈ കുളം ഫുള്ളായിട്ട് ചെളി കോരി വൃത്തിയാക്കി. നവീകരണത്തിനായി ഇതുവരെ 1,70,70,000 രൂപ ചിലവാക്കി കഴിഞ്ഞു. പഞ്ചായത്തിൻ്റേതുൾപ്പെടെ യാതൊരു ഫണ്ടും ലഭിച്ചിട്ടില്ല. 100ഓളം പേർ വരുന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. ചണ്ടിയും പായലും നീക്കി സമീപത്തെ വലിയ മരങ്ങൾ വെട്ടിമാറ്റിയാണ് നവീകരണത്തിന് തുടക്കം കുറിച്ചത്. 50ഓളം സെന്റ് സ്ഥലത്താണ് കുളവും പരിസരവും സ്ഥിതി ചെയ്യുന്നത്. 3 അടിയിലധികം താഴ്ചയിലുണ്ടായിരുന്ന ചെളി മുഴുവനായും പമ്പ് ചെയ്ത് മാറ്റിയാണ് കുളം വൃത്തിയാക്കിയത്. 2ാം ഘട്ടത്തിൽ ശലഭോദ്യാനം, കുളത്തിനു ചുറ്റും കൈവരിയും കോൺക്രീറ്റ് കട്ട വിരിക്കുകയും ലൈറ്റുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുകയുമാണ് ലക്ഷ്യം. ഇതിനായി MP, MLA, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ ഏതെങ്കിലും ഫണ്ടുകൾ ലഭ്യമാക്കാനാണ് ഉദ്ദേശം. കുളം നവീകരിച്ചതോടെ സമീപത്തെ 100 കണക്കിന് വീടുകളിലെ കുടിവെള്ളക്ഷാമത്തിന് കൂടി പരിഹാരമാവുകയാണ്. സമീപ പ്രദേശങ്ങളിലൊന്നും ഇത്തരമൊരു കുളമില്ലാത്തത് മൂലം നീന്തൽ പരിശീലിപ്പിക്കാനും സംരക്ഷണ സമിതിക്ക് ലക്ഷ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കയ്പമംഗലത്ത് കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്ന 2 ഇതര സംസ്ഥാനക്കാർ പിടിയിലായത് ബീഹാർ സ്വദേശികളായ ഇല്യാസ് ഷെയ്ഖ്, പർവേഷ് മുഷറഫ് എന്നിവർ. പ്രതികളെ പിടികൂടിയത് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും നടത്തിയ അന്വേഷണത്തിൽ. പ്രതികളിൽ നിന്ന് 280 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തു. പാലക്കാട് KSU ജില്ലാ നേതൃത്വത്തിൽ പൊട്ടിത്തെറി. 21 ജില്ലാ ഭാരവാഹികളും 2 സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെ 23 KSU പ്രവർത്തകർ രാജിക്കൊരുങ്ങുന്നു. പ്രവർത്തകർ രാജിസന്നദ്ധ അറിയിച്ചത് SFIയെ സഹായിക്കാൻ ശ്രമിച്ച ഇബ്രാഹിം ബാദുഷിയെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കിയതിൽ പ്രതിഷേധിച്ച്. ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ് എന്ന സന്ദേശമുയർത്തി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. നമുക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്ന പ്രമേയത്തിൽ നടക്കുന്ന രാജ്യാന്തര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണ പരിപാടികൾ നടന്നു.
യോഗാ ദിനാചരണ പരിപാടികളുടെ ഭാഗമായത് ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ. പറളി കിണാവല്ലൂർ സ്വദേശിയെ എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കിണാവല്ലൂർ കല്ലമ്പറമ്പ് പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകൻ 53 വയസ്സുള്ള കൈലാസനാഥനെയാണ് എറണാകുളം വെല്ലിംഗ്ടണിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളത്ത് റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരത്തങ്കോട് AKG നഗർ സ്വദേശി 61 വയസ്സുള്ള പ്രേംകുമാറിനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറളിയിൽ കീടനാശിനി കഴിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കിണാവല്ലൂർ കല്ലമ്പറമ്പിൽ 70 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.